ചുടുകാറ്റിനു കൂട്ടിനായി നാമൊരു നാൾ കിനാക്കുടിലിൽ ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ ഹന്ന ഷഫീഫ്. അപ്പോൾ ഗായ്സ്, നമ്മൾ ഡൽഹിയിലാണ് ഇപ്പോൾ സ്റ്റേ ചെയ്യുന്നത്. ഇന്നലെ ഞങ്ങൾ ആഗ്രയിലായിരുന്നു. അപ്പോൾ ആഗ്രയിലുള്ള ഒരുവിധ സ്ഥലങ്ങളൊക്കെ കണ്ട് ഇനി അടുത്തത് നമ്മളിപ്പോൾ എവിടെയാണെന്ന് വെച്ചാൽ ഡൽഹിയിലാണ്. അപ്പോൾ ഡൽഹിയിലുള്ള പ്ലേസ് കണ്ടിട്ടാണ് നമ്മൾ അടുത്ത സ്ഥലത്തേക്ക് പോകുന്നത്. അപ്പോൾ റൂമും കാര്യമൊക്കെ എങ്ങനെയുണ്ട് വെച്ചാൽ അടിപൊളി റൂമും കാര്യമൊക്കെയാണ് കേട്ടോ ഗൈസ്. ക്ലീനിങ് ആയാലും ഒക്കെ അടിപൊളിയാണ്. അപ്പോൾ ഗൈസ്, നമ്മൾ ബാക്കി കാണാം നമുക്ക്. പിന്നെ അടുത്ത പരിപാടി എന്താ വെച്ചാൽ, ഷെഫി ഇങ്ങോട്ട് വാ. അപ്പോൾ ഗൈസ്, നമ്മളിതാ മാറ്റി ഒരുങ്ങിയിരിക്കുകയാണ്. ഇനി അടുത്ത പരിപാടി എന്താ വെച്ചാൽ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോവാം. അപ്പോൾ ബാക്കി കാണാം ഗൈസ്. അങ്ങനെ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിനായിട്ടുള്ളത് വെള്ളപ്പവും മുട്ടക്കറിയായിരുന്നു. എനിക്കായാലും ഷെഫിക്കായാലും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഫുഡ്. ഞാൻ വിചാരിച്ച് രസം ഉണ്ടാവില്ല എന്ന്, പക്ഷെ നല്ല രസം ഉണ്ടായിരുന്നു. പിന്നെ നമുക്ക് നമ്മളെ ഏജൻസി നല്ല ഫുഡും അതേമാതിരി റൂമും കാര്യങ്ങളൊക്കെ സെറ്റാക്കി തന്നിരുന്നു. ഇതാണ് കേട്ടോ നമ്മൾ ഡൽഹിയിൽ സ്റ്റേ ചെയ്ത റൂം. അങ്ങനെ ഏകദേശം ഗൈസ് നമ്മൾ ട്രാവൽ ചെയ്ത് കഴിഞ്ഞ് നമ്മൾ ഡൽഹിയിലുള്ള കുത്തബ് മിനാറിൻ്റെ ആ ഒരു എൻട്രൻസിലേക്കാണ് പോകുന്നത്. എൻട്രൻസിലേക്ക് പോകുമ്പോൾ തന്നെ നമുക്ക് ഈ ഒരു കുത്തബ് മിനാർ കാണാനൊക്കെ സാധിക്കും. പിന്നെ നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ അവിടേക്ക് എത്തുമ്പോൾ ഒക്കെ. അങ്ങനെ ഓരോന്നും നമ്മൾ കുറച്ച് നേരം കണ്ടിരിക്കേണ്ടതാണെന്ന് തന്നെ പറയുക. എന്ത് ഭംഗിയല്ലേ ഓരോന്നും കാണാൻ. അങ്ങനെ ഞാൻ ഫോട്ടോസും വീഡിയോസും കാര്യങ്ങളൊക്കെ എടുത്ത് ഇങ്ങനെ നടക്കുകയാണ് കേട്ടോ. അങ്ങനെ ഗൈസ്, നമ്മൾ അവിടെ പ്രധാനപ്പെട്ട നമ്മളെ ഗൈഡ് ഓരോ സ്റ്റോറികൾ പറഞ്ഞു തന്നിരുന്നു. അങ്ങനെ ഫാമിലി ആയിട്ടുള്ള ഫോട്ടോസ് എടുത്ത്, ഇതാണ് കേട്ടോ എൻ്റെ ഫാമിലി, നീ കണ്ടിട്ടില്ല എന്നാരും പറയണ്ട. അങ്ങനെ ഫാമിലീസിൻ്റെ കൂടെ ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്ത് നമ്മൾ ഓരോ സ്പേസ് ഇങ്ങനെ കാണാനായിട്ട് നടക്കുകയാണ് ഫാമിലിനോടൊപ്പം. കാരണം നമ്മൾ കുത്തബ് മിനാറിൻ്റെ അടുത്തേക്ക് കുറച്ചധികം നടക്കാനുണ്ട്. അങ്ങനെ നമ്മൾ ഓരോ കഥകളും നമ്മളെ ഗൈഡ് പറഞ്ഞ കഥകളൊക്കെ എല്ലാവരോടും ഷെയർ ചെയ്തിങ്ങനെ നടക്കുകയാണ്. അങ്ങനെ ഏകദേശം ഗൈസ് നമ്മൾ അവിടെ എത്താനായി. അങ്ങനെ ഓരോ തൂണും കാര്യങ്ങളും തൊട്ട് നോക്കിട്ടോ എന്ത് ഭംഗിയറിയാം. പിന്നെ അവിടുന്ന് ഒരു ഫാമിലി ഫോട്ടോസ് എടുത്ത് അവിടുന്ന് ഡയറക്റ്റ് നമ്മൾ ഇന്ത്യ ഗേറ്റിൻ്റെ അടുത്തേക്കാണ് പോയത്. അവിടെ പോയപ്പോൾ നമ്മൾ കുറച്ച് ഫോട്ടോസും വീഡിയോസും കാര്യങ്ങളൊക്കെ എടുത്തിരുന്നു നമ്മളെ ഫാമിലീൻ്റെ കൂടെ. ഇതാണ് കേട്ടോ ഞങ്ങളെ മുഴുവനായിട്ടുള്ള ഫാമിലി. നിങ്ങൾ ഇത് കണ്ടാൽ നിങ്ങൾക്ക് എങ്ങനെ ഇഷ്ടപ്പെട്ടോ ഇല്ലേ ഒക്കെ കമൻറ്റ് ചെയ്യുക. എന്തായാലും മാർക്ക് ചെയ്തിട്ടോ. ഇതാണ് ഞങ്ങളെ ഫാമിലി ഫോട്ടോസും കാര്യങ്ങളൊക്കെ നമ്മൾ അധികം എടുത്തിരുന്നു. അങ്ങനെ നമ്മൾ അവിടുന്ന് ഫുഡും കാര്യങ്ങളൊക്കെ കഴിച്ചത് കേട്ടോ. അങ്ങനെ അവിടേക്ക് പോയപ്പോൾ ഏകദേശം ഈ ഒരു സംഭവം ഉണ്ടായിരുന്നു. നമ്മളെ മാനാഞ്ചിറ സ്ക്വയർ ഇല്ലേ കോഴിക്കോടുള്ള. അപ്പോൾ ഗായ്സ്, നമ്മൾ അടുത്തതായിട്ട് പോകുന്നത് റെഡ് ഫോർട്ടിലേക്കാണ്. നമ്മൾ ഇതിൻ്റെ മുമ്പ് ഇന്ത്യൻ ഗേറ്റിലേക്കൊക്കെ പോയി. അപ്പോൾ അവിടെ ഭയങ്കര തിരക്കായിരുന്നു. അപ്പോൾ കൂടുതൽ വീഡിയോസ് നിർക്കാൻ വേണ്ടി എന്നാലും അടുത്തതൊക്കെ ഇതിൽ ആഡ് ചെയ്യുന്നുണ്ട്. ഇനി അടുത്ത് നമ്മൾ റെഡ് ഫോർട്ടിലേക്ക് കേട്ടോ. അവിടെ വെച്ച് കാണാം. ഗൈഡ് എവിടെ? അങ്ങനെ ഗൈസ്, ഫൈനലി നമ്മൾ റെഡ് ഫോർട്ടിലേക്ക് എത്തിയിരിക്കുകയാണ്. അവിടേക്ക് കുറച്ചധികം നടക്കാനുണ്ട് കേട്ടോ. പക്ഷെ നമുക്ക് വണ്ടി സൗകര്യമുണ്ട്. പക്ഷെ നമ്മൾ ചൂസ് ചെയ്ത് നടക്കാനാണ്. കാരണം ഇതൊക്കെ കാണാനല്ലേ നമ്മൾ വന്നത്. ഈ ഒരു വണ്ടി പോയി കഴിഞ്ഞാൽ നമുക്കൊന്നും കാണാൻ സാധിക്കില്ല. ഇതൊക്കെ കാണുമ്പോൾ എന്ത് രസമല്ലേ ഗൈസ്. ഇതൊക്കെ നമ്മൾ ശരിക്കും ലൈഫിലൊരു പ്രാവശ്യമെങ്കിലും കണ്ടിരിക്കേണ്ടതാണ്. അങ്ങനെ ഞാൻ അവിടെ നിന്ന് കുറച്ച് ഫോട്ടോസും വീഡിയോസും കാര്യങ്ങളൊക്കെ എടുത്ത് അങ്ങനെ ഞാനും ഷെഫിയും ഫാമിലി ആയിട്ടുള്ള ഫോട്ടോസൊക്കെ എടുത്ത് എന്ത് ഭംഗിയാണ് അറിയുക ഗൈസ് കാണാൻ. അങ്ങനെ നമ്മളെ ഫ്ലാഗിനെ തന്നെ കാണുമ്പോൾ എന്ത് രസമാണ് അറിയാം. പിന്നെ അവിടെ നൈറ്റായപ്പോൾ ഇതിലും ഭംഗി കേട്ടോ. നമ്മൾ മോർണിംഗ് കാണുന്നതും ഈവനിങ് കാണുന്ന ഒരു ഭംഗിയല്ല ഈ ഒരു നൈറ്റിലുള്ള തന്നെ. നമ്മൾ റെഡ് ഫോർട്ടിൽ എത്തിയിട്ടുണ്ട്. നമ്മളങ്ങോട്ട് കയറാൻ പോവാണ്. പക്ഷെ എങ്ങനെയുണ്ട്? എനിക്ക് വളമൊന്നും വേണ്ട.
ഫുള്ളും ഓർണമെൻറ്റ്സ്, ബാഗ്, ഡ്രസ്സ് കാര്യങ്ങളൊക്കെ ആയിരുന്നു അവിടെ ഉള്ളത്. എന്തായാലും നമുക്ക് ജസ്റ്റ് പർച്ചേസ് ചെയ്യാനുണ്ടല്ലോ ഡൽഹിയിൽ വന്നപ്പോൾ, അങ്ങനെ നമ്മൾ അത് വാങ്ങാൻ വിചാരിച്ച് ഞാനിതാ മുഴുവനായിട്ട് കാണാം കേട്ടോ. അങ്ങനെ ഉപ്പ എന്തൊക്കെയോ വാങ്ങി കൂട്ടിയിട്ടുണ്ട്. ഞാൻ വാങ്ങിയത് എന്താ വെച്ചാൽ എനിക്കിതാ അവിടേക്ക് പോകുമ്പോൾ തന്നെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു അയാൾ പിടിച്ചൊരു ബാഗ്. അങ്ങനെ ഞാൻ ഉമ്മനെ പറഞ്ഞപ്പോൾ ഉമ്മ അത് നോക്കുന്നുണ്ട്. അങ്ങനെ ഞങ്ങൾ അത് പർച്ചേസ് ചെയ്ത് അങ്ങനെ ഗൈസ് നമ്മൾ അവിടുന്ന് ഏകദേശം ഇറങ്ങാനായിട്ടോ. ഈ ഒരു ബാക്ക്ഗ്രൗണ്ട് കാര്യങ്ങളൊക്കെ അവിടുത്താണ്. അങ്ങനെ ഗൈസ് നമ്മൾ റെഡ് ഫോർട്ടൊക്കെ കഴിഞ്ഞ് ഇതാ ഏകദേശം ഇപ്പോൾ 7 മണിയായില്ലേ ഫിദ? യെസ് ഇവിടെ ഇപ്പോഴും നല്ല അത്യാവശ്യം വെളിച്ചമുണ്ട്. ലൈറ്റും കാര്യമൊക്കെ ആയിട്ട് അടിപൊളിയായിട്ടുണ്ട്. നല്ല രസമുണ്ട് കാണാൻ. എന്തായാലും മസ്റ്റ്. പിന്നെ നമ്മൾ ഇനി അടുത്ത പരിപാടി എന്താ വെച്ചാൽ നമ്മൾ ഡയറക്റ്റ് മണാലിയിലേക്ക് പോവാണ്. അപ്പോൾ ബസ്സിലാണല്ലേ പോകുന്നത്. 40 hours എങ്ങാനും ബസ്സിൽ യാത്ര ചെയ്യണം. അപ്പോൾ ഏകദേശം 10 മണിയോളം ആവും. അപ്പോൾ ഫുഡൊക്കെ കഴിച്ചിട്ടായിരിക്കും നമ്മൾ അടുത്തത് ഉണ്ടാക്കുന്നത് പോവാറുള്ളത്. അപ്പോൾ അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം. ദിസ് ഈസ് ഹന്ന ഷഫീദ്. അങ്ങനെ നമ്മൾ അവിടുന്ന് ഇറങ്ങിക്കഴിഞ്ഞ് ഏകദേശം മണാലിയിലേക്ക് പോകാനായിട്ട് ബസ്സിൽ യാത്ര ചെയ്യാം കേട്ടോ. നമ്മൾ ഏകദേശം മണാലി എത്തിയപ്പോൾ തന്നെ ഒരു നല്ലൊരു തണുപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ എനിക്ക് ഈ ഒരു വീടും കാര്യങ്ങളൊക്കെ കണ്ടപ്പോൾ ഫസ്റ്റ് തന്നെ തോന്നി എന്താ വെച്ചാൽ നമ്മൾ ഊട്ടിയിലേക്ക് പോകുമ്പോൾ ഉണ്ടാവുമല്ലോ ഇങ്ങനൊരു ആംബിയൻസും കാര്യങ്ങളൊക്കെ. അങ്ങനെ നമ്മൾ ഏകദേശം ഒരു സ്ഥലത്തെത്തിയപ്പോൾ ഫുഡ് കഴിക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ അവിടെ ഉള്ളത് നമ്മളെ ബസ്മതി റൈസും അതേമാതിരി സാമ്പാറും കാര്യങ്ങളൊക്കെയാണ്. അങ്ങനെ ഫുഡ് രസമുണ്ട് വെച്ചിട്ടുണ്ട്. പക്ഷേ എനിക്ക് ഇങ്ങനത്തെ ഫുഡൊന്നും തീരെ താല്പര്യമില്ല കേട്ടോ. അപ്പോൾ ഗൈസ് നമ്മൾ അടുത്ത വ്ളോഗ് എല്ലാവരും കാണാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഓക്കെ, ബൈ.